പരിശുദ്ധമായ വരവിനായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. पवित्र महान परमेश्वर का पवित्र नाम की महिमा हो। ഇന്ന് ഈ വിശുദ്ധ ദിവസം രാവിലെ സമയത്ത് കർത്താവിനെ സത്യദാത്മാവിൽ ആരാധിക്കാനുള്ള കൃപ ലഭിച്ചു. आज इस पवित्र दिन में परमेश्वर को आत्मा और सच्चाई में आराधना करने का मौका हमें मिला है। ലോകത്തിലെമ്പാടും വിശുദ്ധ ജനം ആരാധിക്കാൻ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഏർപ്പെടുമ്പോൾ ഏഴേഴും കൃമികളാൽ ഞങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ വെച്ച് ഒരു പ്രാവശ്യം കൂടെ അവന്റെ സന്നിധി കൂടി വരുവാനും അവനെ സത്യദാത്മാവിൽ ആരാധിക്കാൻ വലിയവനാ ദൈവം തന്ന ഭാഗ്യത്തെ ഒക്കെ സ്തുതിക്കുന്നു. आज दुनिया भर में बहुत सारे लोगों को इस प्रकार इकट्ठा होकर आराधना करने का मौका नहीं मिल रहा है, लेकिन प्रभु ने हम पर ऐसा दया किया, अनुग्रह किया कि हम इकट्ठा होकर उसकी एक साथ मिलकर आराधना कर सके। പ്രിയ സഹോദരിയുടെ ബുദ്ധിമുട്ട് പ്രയാസം നമ്മൾ അറിഞ്ഞു. और प्रिय बहन का जो दिक्कत है वो हम अभी सुना है। നമുക്ക് മാനസികമായിട്ട് ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. हमें भी मानसिक तौर से दुख और दर्द है, എങ്കിലും ബലിവനാ ദൈവം നമ്മളെ ചുമക്കും, നമ്മളെ കരുതും എന്ന് പറഞ്ഞവന്റെ സന്നിധി നമുക്ക് സമർപ്പിക്കാം. जो परमेश्वर हमसे कहा है कि मैं तुम्हें कंधे पर लूंगा और तुम्हें संभालूंगा, उसी परमेश्वर पर हम पूरी भरोसा रखें। അവൻ തക്ക സമയത്ത് വഴിയും വാതിലും ഒരുക്കുന്നവനാണ്. और ठीक समय पर वो हमारे लिए द्वार खोलते हैं और रास्ता बनाते हैं। നമ്മുടെ ഭാരം അവന്റെ മേൽ വെച്ചുകൊള്ളുവാനാണ് പറഞ്ഞത്. और उसने कहा कि तुम्हारा सारी बोझ उसी पर डाल दो। നമ്മൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. और हम किसी भी तरह से चिंता नहीं करना है। പ്രത്യേക സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. और उस बहन के लिए हम प्रार्थना करें। നമുക്ക് ചെയ്യുവാനുള്ളത് ഒന്ന് മാത്രമാണ്. और हम एक ही बात कर सकते हैं, അവന്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. उसकी आंगन में आकर हम घुटना टेके और उससे विनती करें। നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൻ ചെവി ഓർക്കുന്നവനാണ്. और हमारी प्रार्थना के लिए अपना कान को लगाते हैं। നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അധിക സമയം നമ്മുടെ മുന്നിലില്ല. हमारे सामने ज्यादा टाइम नहीं है। നമ്മൾ ഈ ലോകത്തിലെ നോക്കുമ്പോൾ और जब हम इस संसार में देखते हैं, ഇപ്പോൾ മഹാവ്യാധികൾ പിടിപെട്ടിരിക്കുകയാണ്. और पूरे संसार में बहुत सारे महामारी हम फैले हुए देखते हैं। അത് കേരളത്തിൽ മാത്രമല്ല, वो केवल केरल में नहीं, ഇന്ത്യയിൽ മാത്രമല്ല, केवल इंडिया में नहीं, ലോകത്തെമ്പാടും പിടിപെട്ടിരിക്കുകയാണ്. और सारी विश्व में वो फैले हुए हैं। ആർക്കും ഏത് സമയത്തും പിടിപെടാം. और किसी को कभी भी वो बीमारी आ सकता है। ആരും ഏത് സമയത്തും മരണപ്പെടാൻ സാധ്യതയുണ്ട്. और कोई भी किसी भी टाइम में कोई भी व्यक्ति मर सकते हैं। എന്തുകൊണ്ടെന്നാൽ क्योंकि ലോകത്ത് പാപം നിറഞ്ഞിരിക്കുകയാണ്. और पूरी संसार में पाप भर गया है। ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവ തേജസ്സിനെ ത്യജിക്കപ്പെട്ടതായി കാണാൻ സാധിക്കുന്നു. और परमेश्वर को जानने के बावजूद भी उसकी महिमा को लोगों ने त्याग दिया है। നമ്മൾ ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ जब हम संसार में देखते हैं, ഒരു കടലിന് സമാനമായ അവസ്ഥയാണ്. और एक समुद्र के समान हम दिखाई देते हैं, തിരകളാൽ ഇളകി മറിയുന്ന ഒരു അവസ്ഥയാണ്. और जो लहर डगमगाते हुए हम देखते हैं, ദിനംതോറും അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. और हर दिन हम उसकी अनुभव करते हैं। എന്തുകൊണ്ടെന്നാൽ क्योंकि ഈ രോഗങ്ങളും വ്യാധികളും നമ്മളെ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. और बीमारी और दिक्कतें हमें बार बार आते रहते हैं। പാപങ്ങൾ ദിനംപ്രതി പെരുകിക്കൊണ്ടിരിക്കുന്നു. हर दिन पाप बढ़ते ही जा रहे हैं। മഴയും വെള്ളപ്പൊക്കവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. और हम देखते हैं बाढ़ आते हैं और तूफान आते हैं, इस प्रकार की समस्या भी बहुत सारा हम सुनते ഈ हैं। പാപത്തിൽ നിന്ന് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. फिर भी वो पाप से मन फिरना नहीं चाहते हैं। ഇപ്പോൾ ദൈവത്തെ അറിഞ്ഞവരാണ് കൂടുതലും പാപത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നത്. और आजकल हम देखते हैं जो लोग परमेश्वर को जान गया है वो लोग ज्यादा पाप में जाते हैं। ദൈവത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആരാധനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നവർ और जो लोग उद्धार पाके बपतिस्मा पाके आराधना कर रहे थे, ഇന്ന് ഈ ദിവസം നമ്മൾ നോക്കുമ്പോൾ അനേകർ പാപത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നു. तो ऐसा काफी लोग आजकल वो सब छोड़ के पाप की रास्ता में जाते हैं। നമ്മുടെ വിഷയത്തെ ചെറിയൊരു പോയിന്റ് ആണ്, നമ്മുടെ നോട്ടം എങ്ങോട്ട്. और हमारा आज का जो विषय है, हम किसकी ओर देखना है। നമുക്ക് നമ്മുടെ ജീവിത ജഡിക ശരീരത്തിലിരിക്കുമ്പോൾ जब हम ये शारीरिक अवस्था में बैठते हैं, നമുക്ക് ഭൂമിയിലേക്ക് ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ जब हम संसार की ओर देखते हैं, കണ്ണിനെ കുളിർമയേകുന്ന അനേക കാര്യങ്ങൾ നമ്മൾ കാണുവാനും ശ്രമിക്കുവാനും സാധിക്കും. जब हमारी ऐसा देखते समय हमारी आंखों में मनोहर कई बातों को हम देखने को मिलते हैं।
ശ്രവിക്കാനും സാധിക്കും. और कई बातें हमें सुनने को भी मिलता है. വലിയവനായ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ്? लेकिन परमेश्वर जो सर्वशक्तिमान वो हमारे बारे में क्या चाहते हैं? നമ്മൾ എങ്ങോട്ട് നോക്കണമെന്നാണ് അവൻ പറയുന്നത്. कहां की ओर देखना वो चाहते हैं. വലിയവനായ ദൈവം വചനത്തിൽ കൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്. और परमेश्वर अपने वचन के द्वारा हमें याद दिलाते हैं. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. हम एक दो वचन को हम देखेंगे. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ इब्रानियों की पत्री 12 अध्याय അതിന്റെ 1-2 വാക്യങ്ങൾ. और उसका पहला और दूसरा पद. कोई बाइलो हिंदी में पढ़िए. इस कारण जबकि गवाहों का ऐसा बड़ा बादल हमको घेरे हुए है, तो वह हर एक रोकने वाली वस्तु और उलझाने वाले पाप को दूर करके वो छोड़ जिसमें हमें छोड़ना है धीरज में छोड़े और विश्वास के कर्ता और सिद्ध करने वाले यीशु की और ताकते रहे, जिसने उस आनंद के लिए जो उसके आगे धरा था लज्जा की कुछ चिंता न करके क्रूस का दुख सहा और परमेश्वर के सिंहासन की दाहिनी ओर जा बैठा. ഇവിടെ നമുക്ക് കാണുന്നത് 1-ാം വാക്യത്തിന്റെ 2-ാം വാക്യം വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. और यहाँ पर हम देखते हैं कि हमारी चारों ओर विश्वास का गवाह होगा ऐसे एक बड़ा बादल घेरा हुआ. ഈ ഒരു പോയിന്റ് നമുക്ക് മണിക്കൂർ കണക്കിൽ നിന്ന് സംസാരിക്കാനുള്ള പോയിന്റ് ഉണ്ട് എങ്കിലും और ये केवल ये एक बात हम कई घंटे तक इसके बारे में बात कर सकते हैं. ഞാൻ അധികം വിശദീകരണത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. लेकिन मैं उसको बहुत विस्तृत से कहना नहीं चाहता हूँ. കുറച്ച് പോയിന്റുകൾ മാത്രം പറഞ്ഞ് നമ്മുടെ അത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. और मैंने थोड़ा ही कुछ बात बताकर समाप्त करूंगा. നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് इतने बड़े बादल जो गवाहों का बादल हमारी चारों ओर है, इसलिए വലിയൊരു സമൂഹം. बहुत बड़ा एक झुंड. എന്താണ് ഈ വലിയ സമൂഹം? क्या ये बड़ा एक झुंड? നമ്മുടെ വിശ്വാസികൾ വളരെ ചുരുക്കമാണ്. हम विश्वासी लोग बहुत कम है. നമ്മുടെ ചുറ്റും അനേകരുണ്ട്. लेकिन हमारी चारों ओर बहुत लोग हैं. അവരാരാണ്? वो कौन है? അവര് ജാതികളായ ആൾക്കാരാണ്. और वो अन्य जाति लोग हैं. പണ്ടൊരു ദേവദാസൻ ഇങ്ങനെ പറയുകയുണ്ടായി, काफी साल पहले एक परमेश्वर का दास ऐसा कहा, നമ്മുടെ ചുറ്റിനുമുള്ളവര് നമ്മളെ വായിക്കുന്ന പത്രങ്ങളാണ്. और हमारी चारों तरफ जो लोग रहते हैं वो लोग हमें एक जो समाचार पत्र के समान हमें पढ़ते हैं. അവർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. और वो लोग हमको ध्यान से देख रहे हैं. നമ്മൾ ദിനംതോറും എന്താണ് ചെയ്യുന്നത്, और हम क्या हर दिन क्या कर रहे हैं वो लोग ध्यान दे रहे हैं. അവർ നമ്മളെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. और वो हमें हर दिन जो समाचार पत्र को पढ़ते वैसा देख रहे അവർ हैं. നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. हर दिन हमें ध्यान से देख रहे हैं. അവർ ഏത് രീതിക്കാണ് നമ്മളെ നോക്കുന്നത്? वो लोग कैसा हमें देखते हैं? നമ്മളിൽ എന്ത് തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്? क्या क्या गुनाह हमारे जीवन में है, क्या क्या गलत हमारा जीवन में, वो लोग पकड़ने के लिए कोशिश करते हैं. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, और हम किस प्रकार का जिंदगी बिता रहे हैं, നമ്മൾ ഏത് വഴിക്ക് പോകുന്നു, हम किस तरीका से किस रास्ता से हम जा रहे हैं, അതാണ് അവർ നോക്കുന്നത്. वो सब वो लोग ध्यान से देख रहे हैं. അതാണ് പറയുന്നത് और इसलिए कहते हैं വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. बड़े एक बादल हमें घेरा हुआ है. നമ്മൾ അത് മനസ്സിൽ വെച്ച് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. और वो अपनी मन में रखते हुए हम अपने जीवन को बिताना है. നമ്മളൊരു ക്രിസ്തീയ ജീവിത യാത്രയിലാണ്. हम एक मसीही जीवन की यात्रा में हैं. നമ്മളൊരു പടകിലാണ് യാത്ര ചെയ്യുന്നത്. और हम हमारी यात्रा एक नाव में हो रहे हैं. അത് തിരമാലകൾ അടിക്കാൻ സാധ്യതയുണ്ട്. और वहाँ लहरें डगमगाते हुए आएगा. നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ और जब हम विश्वास में आया, നല്ല ഊർജ്ജസ്വലതയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് വന്നത്. बहुत खुशी के साथ आनंद के साथ हम आया है. പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു, हम हर प्रार्थना का सभा में आते थे. ആരാധനയ്ക്ക് വരുമായിരുന്നു, आराधना को हम छोड़ते नहीं थे. ബൈബിൾ ക്ലാസ് വിടത്തില്ലായിരുന്നു, और बाइबल स्टडी को हम छोड़ते नहीं थे. ഉപവാസ മീറ്റിംഗ് വിടത്തില്ലായിരുന്നു. और आराधना सभा हम छोड़ते नहीं थे. എല്ലാ സഭയായിട്ടുള്ള എല്ലാ മീറ്റിംഗിലും കടന്നു വന്നിരുന്നു. और कलीसिया का जितना मीटिंग होता था वो कोई भी हम नहीं छोड़ना चाहता था. മുന്നോട്ട് പോകുന്നവരോ जब हम आगे आगे जा रहे हैं, നമ്മുടെ ജീവിതത്തിൽ പല തിരമാലകൾ അടിച്ചു. हमारा जीवन में कुछ ना कुछ लहरें टक्कर मारना चालू हो गई. നമ്മുടെ സമാജീവിതം മുടങ്ങുവാനിടയായി. और हमारा जीवन में दिक्कत आई और कलीसिया का सभा को छोड़ना चालू. നമ്മുടെ കുടുംബജീവിതം തകരുമാറായി. और उसकी वजह से हमारे परिवार में कई प्रकार की दिक्कत आने लगा. നമ്മുടെ ജീവിത ആ പടക് യാത്ര വളരെ മുടങ്ങുവാനിടയായി. और हमारा जो नाव है वो कई बार रुकना चालू हो गई. ഓ തിരമാലകൾ അടിച്ച് ഉലയുവാൻ തുടങ്ങി. और उस लहरों में हमारी जो नाव है वो भी डगमगाने लगा. നമ്മുടെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായി. और आगे जाना दिक्कत पड़ गई.
അതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വലിയ സമൂഹത്തിന് മധ്യം നമ്മളായിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അവങ്കിലേക്ക് നോക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. और इसलिए यहाँ पर परमेश्वर का आत्मा हमसे कहते हैं कि ये संसार के हमारे जीवन में हम उस पर हम देखकर हमारा दृष्टि लगाकर ध्यान से हम जीना है. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് और दूसरी बात हम देखते हैं നമ്മുടെ ക്രിസ്ത്യ ജീവിത യാത്രയിൽ നമ്മൾ ഒരു ഓട്ടക്കളത്തിലാണ്. और हमारा मसीही जीवन में हम एक दौड़ने की मैदान में है. നമ്മൾ എങ്ങനെ ഓടണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. हम हमारा दौड़ को किस प्रकार दौड़ना चाहिए. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. एक दो बात उसके पहले हम बताया है. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. और यहाँ पर हम देखते हैं कि हमें हमारा दौड़ हम किस प्रकार दौड़ना. वहाँ कहते हैं कि रोकने वाली वस्तु और उलझाने वाले पाप को दूर करके वो दौड़ जिसमें हमें दौड़ना है धीरज से दौड़े. ക്രിസ്ത്യ ജീവിതയാത്രയിലുള്ള ഓട്ടം നമ്മൾ സ്ഥിരതയോടെ ഓടണമെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. तो हमारा मसीही जीवन का दौड़ में हम ठीक से दौड़ना है तो हमें एक निशाना होना चाहिए. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. हमारा निशाना सिर्फ एक ही है. നമ്മുടെ കർത്താവ് യേശുവിലേക്കുള്ള വഴി ഒന്ന് മാത്രമാണ്. हमारा प्रभु यीशु मसीह ही हमारा निशाना है. അതാണ് ജീവന്റെ വഴി. और वो ही जीवन का मार्ग है. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓടണമെങ്കിൽ और उस निशाने में दौड़ना है. നമ്മുടെ നോട്ടം നമ്മുടെ സ്ഥിരതയുള്ളതായിരിക്കണം. और हमारा दृष्टि उस पर से कभी അവങ്കിലേക്ക് നോക്കണം. और उसी पर दृष्टि നമ്മൾ लगाना. ഉയരങ്ങളിലേക്ക് നോക്കണം. और हम ऊपर की ओर ആ देखना. ക്രിസ്തുവാകുന്ന പാറയിലേക്ക് നോക്കണം. और मसीह जो चट्टान है उसी पर देखना. അതാണ് വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്. और वही परमेश्वर का वचन में याद दिलाते हैं. നമ്മൾ ഓടുമ്പോൾ നമുക്ക് സ്ഥിരത ഉണ്ടായിരിക്കണം. और जब हम दौड़ते समय हमें स्थिरता होना चाहिए. നമ്മുടെ സ്ഥിരത ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? और हमें धीरज होना है तो हम पहले क्या करना है. സകല ഭാരവും ഇറക്കി വെക്കണം. और वह हम देखते हैं कि सारा पाप को दूर करना है. പാപത്തെ വിട്ടോടണം. और पाप को दूर करके दौड़ना है. നമ്മുടെ ഭാരങ്ങളെല്ലാം അവന്റെ മേൽ ഏൽപ്പിക്കണം. और हमारी सारी बोझ उसी पर डाल देना. നമുക്കാണ് നമ്മളൊരു കുടുംബം ഓടിക്കണമെങ്കിൽ हमें एक परिवार की जीवन को आगे बढ़ाना है. നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും വളരെ ഭാരങ്ങളുണ്ട്. हमारा चिंता में हमारा मन में बहुत सारी बोझ होती है. വളരെ പ്രയാസങ്ങളുണ്ട്. और कई प्रकार की चिंताएं आती വളരെ हैं. ബുദ്ധിമുട്ടുകളുണ്ട്. कई व्याकुल आ जाते हैं. നമ്മുടെ ഫാമിലി മുന്നോട്ട് പോകണമെങ്കിൽ और परिवार आगे बढ़ना है तो നമുക്ക് സമ്പത്ത് വേണം. और हमें पैसा चाहिए. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ പൈസ വേണം. और बच्चों को पढ़ाना है तो पैसा चाहिए. അത് നിമിത്തമാണ് നമ്മുടെ നാടുകൾ വിട്ട് അന്യദേശത്തേക്ക് പരദേശിയായി നമ്മൾ വന്ന് പാർക്കുന്നത്. इसी कारण से हम अपना गांव छोड़कर इस देश में अन्य देश में आकर कंपनी में नौकरी ढूंढ कर आके रहते हैं. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിടേണ്ട കാര്യങ്ങൾ വിടേണ്ടതാണ്. और हमें कुछ पाना है तो कई बात जो छोड़ना वो छोड़ना चाहिए. നമ്മുടെ മുന്നേയുള്ള അവസ്ഥ വളരെ മോശകരമായിരുന്നു. हमारा पिछली अवस्था बहुत खराब था. എഫെസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം ഭാഗത്ത് നമ്മൾ കാണുവാൻ സാധിക്കുന്നത് एफेसियों की पत्री 2 अध्याय उसका 13 पद में हम इस प्रकार पढ़ते നമ്മൾ हैं. വേർപെട്ട വിശ്വാസത്തിൽ ആയിരിക്കണം. और हम एक अलगाव का जीवन को बिताना നമ്മൾ है. പഴയ അവസ്ഥ എങ്ങനെയായിരുന്നു വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട് ആ ഭാഗത്ത്. उस भाग में हम पिछली अवस्था हमारा पुराना हाल कैसा था वहां पर बताया. അതിന്റെ 2-ാം ഭാഗത്ത് അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മളെ ക്രിസ്തുവിനോടോട് ഉയർപ്പിച്ചിരിക്കുകയാണെന്ന് കാണുവാൻ സാധിക്കുന്നു. वहां में एफेसियों की पत्री 2 अध्याय का पहला पद में हम पढ़ते हैं पाप और अधर्म के कारण मरे हुए था हम, लेकिन वहां से वो यीशु मसीह हमें जिलाया. അതിന്റെ കാരണം എന്താണ്? उसका कारण क्या है? അതിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, उसका 14 पद में हम पढ़ते हैं കരുണാസമ്പന്ന ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തമാണ്. जो करुणामय परमेश्वर हमें जो प्रेम किया उस प्रेम का धन के कारण അവന്റെ ദയ ഒന്ന് മാത്രമാണ്. और उसकी करुणा के कारण നമുക്ക് ദയക്ക് അർഹതയില്ലായിരുന്നു. हमें उसके लिए कोई योग्यता नहीं था. ഇസ്രായേൽ പോലെ ഒരു സംബന്ധമില്ലാത്തവരായിരുന്നു. और इस्राएल के साथ हमें कोई रिश्ता नहीं था. നമ്മൾ അവരുടെ പുറംപുറങ്ങൾ എറിയപ്പെട്ടവരായിരുന്നു. और हम छावनी के बाहर फेंके हुए थे. നമ്മൾ ആരാലും നിന്ദിക്കപ്പെട്ട അവസ്ഥയായിരുന്നു. और हम सभी से निंदा किया हुआ लोग था. ദൈവത്തിന് നമ്മൾ ദയ തോന്നി. और परमेश्वर हमारे ऊपर दया किया. അവൻ നമ്മളെ സ്നേഹിച്ചു. और वो हमें प्यार किया. അവന്റെ സ്നേഹത്തെ പറ്റി നമ്മൾ വിശ്വസിക്കും. നമ്മൾ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. और उसका प्यार के बारे में जब हम देखते हैं तो परमेश्वर के वचन में बहुत सारी बातें देखते हैं. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 9-ാം വാക്യമുള്ള അതിന്റെ താപ്പോട്ടുള്ള ഭാഗങ്ങൾ കാണുവാൻ സാധിക്കുന്നത് അവൻ തന്നെയാണ് സ്നേഹം. और यूहन्ना के सुसमाचार 15 अध्याय का 1 से लेकर नीचे हम पढ़ते हैं तो हम देखते हैं कि वो ही प्यार है. അവൻ എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? और वो हमें
कैसा प्यार किया। ഞാൻ നിങ്ങളെ സ്നേഹിച്ചോളാം, നിങ്ങളും അവരെ സ്നേഹിപ്പീൻ. और उसने कहते हैं कि मैं जिस प्रकार तुम्हें प्यार किया वैसा तुम भी आपस में प्रेम അത് करो। വളരെയധികം പോയിന്റുകളുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. और उसमें बहुत सारी बात हम देख सकते हैं, लेकिन मैं उसमें जाना नहीं चाहता। 1 കൊരിന്ത്യർ 13 അധ്യായത്തിന്റെ 9 മുതൽ ചില വാക്യം താൽപോട്ട് അതിന്റെ 2ാം വാക്യമുള്ള താൽപോട്ട് കാണുമ്പോൾ पहला कोरिन्थियर 13 अध्याय का दूसरा पद से नीचे की ओर जब हम पढ़ते हैं, വളരെ അർത്ഥവത്തായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. वहां पर भी बहुत सारे विषय को हम देख सकते നമ്മൾ हैं। വീട്ടിൽ പോയ വചനങ്ങൾ വായിച്ചു പഠിക്കുകയാണെങ്കിൽ और आप घर पे जाके उस भाग को हम पढ़ के देख ले। അപ്പോസ്തലനായ പൗലോസ് നമുക്ക് വ്യക്തമായ രീതിയിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതാണ് സ്നേഹത്തെ പറ്റി. और वहां पर प्रेम के बारे में प्रेम पौलुस बहुत स्पष्ट रूप से हमें समझाया। ഇതൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ സഭാവിശ്വാസികളോടുള്ള സ്നേഹം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. वो सब जब तक हम बराबर सीखते नहीं है तब तक हम मसीही जीवन में विश्वासियों के साथ ठीक से आगे जा नहीं पाएंगे। നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. और इसलिए हमारा दौड़ को हम धीरे से दौड़ना है। അതിന്റെ അടുത്ത ഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്ന യേശുവിനെ നോക്കുക. और उसके अगले भाव में हम देखते हैं कि विश्वास की कर्ता और उसकी पूरा करने वाला यीशु की ओर ताकते रहो। ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കും വിശ്വാസത്തിന്റെ നായകൻ. और वहां हम देखते हैं विश्वास के कर्ता। ആരാണ് വിശ്വാസത്തിന്റെ നായകൻ? विश्वास का कर्ता कौन है? കർത്താവായ യേശു ക്രിസ്തുവാണ്. वो प्रभु यीशु मसीह है। അവനിലാണ് നമ്മൾ വിശ്വസിച്ചത്. और उसी पर हम विश्वास किया। അവൻ രാജാതി രാജാവായിരുന്നു. और वो राजाओं का राजा है। അവൻ ദൈവത്തിന്റെ ഏകപുത്രനായിരുന്നു. और परमेश्वर का एकमात्र पुत्र है। അവൻ പൊൻകിരീടം ചൂടേണ്ടിയവനായിരുന്നു. और वो चौके सोने का मुकुट पहनना का था। ഇത്ര വലിയ മഹാനായിരുന്നവൻ. और इतनी महान परमेश्वर था वो। ദൈവം തന്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. और उस पुत्र को पिता परमेश्वर ने पृथ्वी पर भेजा। എന്തിനാണ്? क्यों? ഈ പാപികളും ദോഷമുള്ള നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. यारो इस पाप और अधर्मी मुझे और आपको छुड़ाने के लिए, मुक्ति देने के लिए। എന്തിനാണ് വിടുവിച്ചത്? आखियों में छुड़ाया। ആരാലും രക്ഷിക്കാൻ സാധ്യമല്ലാത്ത സ്ഥാനത്ത് जो किसी से हमारा उद्धार हो नहीं सकता था, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ദൈവത്തിന്റെ കരുണയുണ്ടായി. उसका उस समय में परमेश्वर की दया हम पर हुआ है। അതൊന്നു മാത്രമാണ് നമ്മൾ ഇന്ന് ഈ സ്ഥാനത്തായിരിക്കുന്നത്. और इसी के कारण आज हम यहाँ पर आने का लायक बना। അവൻ നമ്മളോട് കാണിച്ച സ്നേഹം ഒന്ന് और മാത്രമാണ്. उसका दया और करुणा के कारण। അതിന്റെ അടുത്ത ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത് और उसके अगला भाग में हम देखते അവൻ हैं പൂർത്തി വരുത്തുന്നവനാണ്. और वो पूरा करने वाला है। എന്താണ് അവൻ പൂർത്തി വരുത്തിയത്? और वो कैसा क्या सिद्ध करने वाला है? അവൻ നമ്മളെ വീണ്ടെടുത്ത് वो हमें छुड़ाया। അവന്റെ മക്കളും പ്രിയമക്കളുമാക്കി. उसका संतान और प्रिय संतान बनाया। അത് മാത്രമല്ല और इतना ही नहीं, അവൻ പുരോഹിതനും രാജകീയ പുരോഹിതമാർഗമാക്കി തീർത്തു. और हमें राज पदधारी याजक का समाज बना दिया। അവനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും യോഗ്യതയുള്ളവരാക്കി തീർത്തു. उसकी स्तुति करने के लिए, उसकी आराधना करने के लिए हमें योग्य बनाया। നമ്മൾ വരെ പുഴുക്കളായിരുന്നു. हम केवल एक कीड़ा समाज। നമുക്ക് ഇതിലേക്ക് വരുവാനോ ഈ ആരാധനയ്ക്ക് വരുവാനോ ആരാധനയിലേക്ക് വന്ന് അവനെ സ്തുതിക്കുവാനോ യോഗ്യതയില്ലായിരുന്നു. हमें इस आराधना सभा में आने के लिए और इस भवन में आकर उसके चरणों में बैठने के लिए हम लायक थे। അവന്റെ ദയ ഒന്ന് മാത്രമാണ് और उसकी करुणा के कारण നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. हम आज यहाँ पर हैं। അതിന്റെ അടുത്ത ഭാഗം നമ്മൾ നോക്കാം. और उसका दूसरा भाग में हम जाएंगे। യേശുവിനെ നോക്കുക. और वहाँ हम देखते हैं यीशु की ओर ताकते रहो। മൂന്നാമത്തെ വാക്യമാണിത്. वहाँ हम देखते हैं हिंदी में दूसरा का पहला भाग है, ഇത് നമ്മൾ യേശുവിനെ നോക്കുക. यीशु को ताकते रहो। നമ്മുടെ ജീവിതത്തിൽ हमारा जीवन में നമ്മൾ യേശുവിന്റെ ചരിത്രത്തെ നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. हम यीशु मसीह की ओर ताकना जरूरी അവൻ है। ഏത് അവസ്ഥയിൽ നിന്നാണ് നമ്മളെ വീണ്ടെടുക്കാൻ വന്നത്? वो किस अवस्था में था और वहाँ से वो हमें छुड़ाने आया। നമ്മൾ ഏത് അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്? और हम किस अवस्था से अभी इस अवस्था में നമ്മൾ ഇത് आए। ജീവിതത്തിൽ മറക്കാൻ പാടില്ല. ये दोनों हम कभी नहीं भूलना है, എന്തുകൊണ്ടെന്നാൽ क्योंकि നമ്മുടെ ജീവിതത്തിൽ തല വീഴ്ചകൾ വന്നിട്ടുണ്ട്. हमारा जीवन में कई प्रकार की गिरावट आए हैं। അവൻ നരയ്ക്കുമ്പോൾ ചുമക്കാന്ന് പറഞ്ഞാൽ അവൻ ഇന്നും നമ്മളെ ചുമക്കുന്നു. लेकिन उसने हमसे वायदा किया है कि तुम्हारा बाल पकने तक मैं तुम्हें कंधे पर लूंगा। वही परमेश्वर हमें आज तक संभाला है। ഇത്ര മഹാനായ ദൈവമാണ് നമുക്കുള്ളത്. और कितना श्रेष्ठ परमेश्वर हमारे लिए है। ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. और एक पद हम पढ़ेंगे, എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. इब्रानियों का पत्र 3 अध्याय उसका पहला पद। कोई भाई हिंदी में पढ़िए. सो हे पवित्र भाइयों, तुम जो स्वर्ग के बुलाहट में भागी हो, उस प्रेरित और महायाजक यीशु पर जिसे हम अंगीकार करते हैं ध्यान करो।
ഇത് വളരെ ഗഹനമായ ഒരു വിഷയമാണ്. और ये एक गहरा विषय है പക്ഷെ നമ്മൾ അതിലേക്ക് അധികം ഗഹനമായിട്ട് പോകുന്നില്ല. और हम उसमें बहुत गहराई में जाना नहीं चाहते നമ്മുടെ മുന്നിൽ സമയം അധികം വെച്ചിരിക്കുകയാണ്. और हमारे सामने बहुत सारे समय नहीं है വലിയവനായ ദൈവം നമ്മളെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. और बड़ा परमेश्वर हमें इस प्रकार कहते हैं, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, इसलिए हे पवित्र भाइयों, ആരാണ് നമ്മൾ? हम कौन है? നമ്മളെ വീണ്ടെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധ സഹോദരന്മാരായി. हम पवित्र भाई बन गया क्योंकि हमें चुनाया परमेश्वर ने ദൈവം നമ്മളെ അഭിസംബോധന ചെയ്ത് ഇങ്ങനെയാണ്. और वो हमें इस प्रकार बुलाते हैं. എത്ര വലിയ മഹത്തരമായ ഒരു അവസ്ഥയാണ് നമ്മളേത്. यारो हमारा कितना ऊंचा स्थान है ये हम देखो. നാം ഇതിനൊന്നും യോഗ്യതയില്ലായിരുന്നു. क्या योग्यता है हमें ഇത്ര മഹായോഗ്യത നമുക്ക് അവര് തന്നിരിക്കുന്ന നമുക്ക് കാണുവാൻ और സാധിക്കും. इतनी बड़े स्थान प्रभु ने हमें दिया है. അതിന് അടുത്ത ഭാഗത്ത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാളാരെ. और आगे हम बढ़ते हैं वो स्वर्गीय बुलाहट के भागियों. ഇത് നമുക്ക് ലഭിക്കുമായിരുന്നു? क्या हमें मिल सकता था? ഒരു കാരണവശാലും ലഭിക്കില്ലായിരുന്നു. कभी भी नहीं मिल सकता था. അതിന്റെ അടുത്ത മഹാപുരോഹിതനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. और उसके बाद हमसे कहते हैं कि उस महा यीशु पर जिसे हम अंगीकार करते ध्यान करो. അപ്പോസ്തലൻ മഹാപുരോഹിതനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. प्रेरित और महायाजक यीशु को ध्यान करो. ഇത്ര മഹത്തരമായൊരു വ്യക്തിത്വമാണ് നമുക്ക് തന്നിരിക്കുന്നത്. यारो कितना बड़ा बात हमें दिया है प्रभु ने. അവൻ മഹാപുരോഹിതനാണ്, वो महायाजक है, അവൻ അപ്പോസ്തലനാണ്. वो प्रेरित है ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ പറയുകയാണ്. और उस यीशु को हम ध्यान करना. അവിടെ നസ്രാനായ യേശുവിനെ നോക്കുവാൻ പറഞ്ഞു. और नासरी यीशु को देखने के लिए बताया. ഇവിടെ ശ്രദ്ധിച്ചു നോക്കാൻ പറയുന്നു. और यहाँ पर कहते हैं कि ध्यान से देखना. എങ്ങനെയാണ് ശ്രദ്ധിച്ചു നോക്കേണ്ടത്? कैसे हम ध्यान से देखेगा? നമ്മളെ കണ്ണുകൊണ്ടാണോ നോക്കേണ്ടത്? क्या हमें अपनी आंखों से ऐसा देख सकते हैं? അല്ല. नहीं. നമ്മൾ ആദ്യം ജഡിക ശരീരത്തിലായിരുന്നു. आज पहले जब हम एक भौतिक मतलब शारीरिक एक अवस्था में थे നമ്മൾ പാപിയായിരുന്നു. और हम पाप की अवस्था में था. അതിൽ നമ്മളെ വീണ്ടെടുത്തപ്പോൾ और जब हमें उसमें से छुड़ाया അവൻ ക്രിസ്തുവിന്റെ മക്കളായി തീർന്നു. हम परमेश्वर का संतान हो गए. നമ്മൾ ഇനി നോക്കേണ്ടത് और अब हम देखना है, ആത്മീയ കണ്ണുകൾ കൊണ്ടാണ്. अब हम आत्मिक आंखों से उसको देखना है. അവൻ നമുക്ക് വേണ്ടി അടിക്കപ്പെട്ട് ദണ്ഡിക്കപ്പെട്ടും उसने हमारे लिए मार खाया, कोड़े खाए നമുക്ക് വേണ്ടി അവൻ നിന്ദിതനായി തീർന്നു, और हमारे लिए वो निंदित हुआ നിസാരനായി തീർന്നു. और वो एकदम निचली अवस्था में हो गए. മൂന്നാണികളെ ക്രൂശിക്കപ്പെട്ടു. और उसने कीले पे ठोकर और उसको ആ लटकाया ക്രൂശ് ചുമന്നവൻ. और वो क्रूस उठाकर चला. ഇതെല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു. और वो सब हमारे लिए ഈ था. പാപികളും ദോഷമുള്ള നമ്മളെ വിടുവിക്കാൻ വേണ്ടിയായിരുന്നു. और ये पापी और पाप और अधर्मी हमको छुड़ाने के ഈ लिए. ഞായറാഴ്ച രാവിലെ സമയത്ത് നാം ആരാധനയിലേക്ക് കടന്നു വരുമ്പോൾ इस इतवार का दिन में जब हम आराधना के लिए आते समय നമ്മൾ ആത്മീയ കണ്ണുകൊണ്ട് ദർശിക്കേണ്ടത് എന്താണ്? आत्मिक अंगों से क्या बात को ध्यान करना है? നമുക്ക് വേണ്ടി അവൻ അനുഭവിച്ച കഷ്ടപ്പാടും പങ്കപ്പാടും നമ്മൾ ഓർക്കേണ്ടതാണ്. हमारा प्रभु यीशु मसीह जिस प्रकार की पीड़ा से गुजरा उसको हम ध्यान दें. നമ്മുടെ ആത്മീയ കണ്ണുകളാ ദർശിക്കണമെന്ന്. और उस बात को हम अपनी आत्मिक दृष्टियों से देखना है. അതാണ് ആരാധന. और वही आराधना होती है. അതാണ് ശ്രദ്ധിച്ചു നോക്കാൻ പറയുന്നത്. और वही यहाँ पर कहते हैं कि ध्यान करो. നമുക്ക് ഫിലിപ്പി ലേഖനം 4:19 ഒന്ന് വായിക്കാം. फिलिपियों के पत्र अध्याय 4 का 19वां पद हम तेरा पढ़ेंगे. എന്റെ ദൈവവും നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിന് തക്കവണ്ണം ക്രിസ്തുവേശിൽ പൂർണ്ണമായി തീർത്തു തരും. मेरा परमेश्वर भी अपने उस धन के अनुसार जो महिमा सहित मसीह यीशु में है तुम्हारी हर एक घटी को पूरा करेगा. അവന്റെ സന്നിധിയിൽ ഒന്നിനും കുറവില്ല. और उसके पास किसी का कमी नहीं है. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും അവന്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ അവൻ ചെയ്തു തീർക്കുന്നവനാണ്. और यहाँ पर पढ़ा है कि तुम्हारी हर एक घटी को पूरी करेगा वो अपनी महिमा का धन के अनुसार. അത് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായി തീർത്തു തരും. वहाँ पर लिखा है कि उसकी पूर्ण रीति से वो घटी को दूर करेगा. वो ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ടവൻ. जितना हमें प्यार करते हो. ഇത്ര വലിയവനായ ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് അവന്റെ മക്കളും പ്രിയമക്കളുമാക്കി തീർത്തിരിക്കുകയാണ്. प्यारो ऐसे एक महान परमेश्वर ने मुझे हमें प्यार किया और अपना संतान बनाया. അവന്റെ ധനത്തിന് ഒന്നിനും കുറവില്ല. उसके पास धन का कोई कमी नहीं है. ഇത്രമാത്രം വലിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, വന്ദിക്കാം. और इस परमेश्वर को हम स्तुति करेंगे और उसको हम आराधना करेंगे. നമുക്ക് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം ചില വാക്യങ്ങൾ വായിക്കാം. प्रेरितों का काम 3-ാം അധ്യായം 3रा अध्याय
13 वाक्യം തൊട്ട് വായിക്കാം. और उसका 3रा पद से हम पढ़ेंगे। जब उसने पतरस और यूहन्ना को मंदिर में जाते देखा तो उनसे भीख मांगी। पतरस ने यूहन्ना के साथ उसकी और ध्यान से देखकर कहा, हमारी ओर देख। अंत वह उनसे कुछ पाने की आशा रखे हुए उनकी ओर ताकने लगा। तब पतरस ने कहा, चांदी और सोना तो मेरे पास है नहीं, परंतु जो मेरे पास है वह तुझे देता हूँ। बस ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് यहाँ पर हम देखते हैं കർത്താവിന്റെ പ്രഥമ ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും प्रभु यीशु मसीह के शिष्यों में से आज जो सबसे प्रथम स्थान दिया पतरस और यूहन्ना, അവര് കർത്താവിനോട് ചേർന്ന് നടന്നവരാണ്. और वो प्रभु के साथ साथ हमेशा चलता था। അതിന്റെ മുന്നോട്ട് ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്ന സുന്ദരം എന്ന ഗോപുരത്തിൽ ആ ആലയത്തിൽ അവര് ദേവാലയത്തിൽ പോയിട്ട് കാണുവാൻ സാധിക്കും. और वो लोग यहाँ पर हम पढ़ते हैं कि ये दोनों जो यरूशलेम मंदिर का सुंदर नामक जो फाटक है उसके पास ये लोग गया। അപ്പോൾ അവിടെ ചെന്നപ്പോൾ जब वो लोग वहाँ गया, ഭിക്ഷ യാചിക്കുന്ന ഒരു വ്യക്തിയെ കാണുവാൻ സാധിച്ചു. वहाँ में एक भीख मांगने वाले व्यक्ति को वो लोग देखा। ആ ആളെ പറ്റി കാണുമ്പോൾ ജന്മനാ മുടന്തനായിരുന്നു. और वो जो भिखारी जो व्यक्ति बैठा था वो जन्म से लेंगड़ा था। അവിടെ പത്രോസ് അതുവഴി കടന്നു പോകുമ്പോൾ जब पतरस और यूहन्ना वहाँ से जा रहे थे, അപ്പോൾ ഈ ഭിക്ഷക്കാരൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. जो भिखारी वहाँ बैठकर भीख मांग रहे थे। പക്ഷെ പത്രോസും യോഹന്നാനും അവനെ ഉറ്റുനോക്കിയതായിട്ട് കാണുവാൻ സാധിക്കുന്നു. और यहाँ पर लिखा है कि पतरस और यूहन्ना ने उसको ध्यान से देखा। അപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞു, നീ ഞങ്ങളെ നോക്കുക. पतरस उनसे कहा, उस भिखारी से कहा, तू हमको ध्यान से देखो। അടുത്ത ഭാഗത്ത് കാണുന്നത് അവൻ സൂക്ഷിച്ചു നോക്കി. और अगला भाग में हम पढ़ते हैं कि वो भिखारी पतरस और यूहन्ना को ध्यान से देखा। എന്തുകൊണ്ടാണ് അവൻ നോക്കിയത്? क्यों वो ऐसा देखा? അവന് വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത്. उसका देखने का उद्देश्य था कि उनसे कुछ मिलेगा। അവരുടെ ജോലി തൊഴിൽ അതാണ്. क्योंकि इनका काम एक ही किसी से कुछ मांगना है, हमेशा मांग के बैठा है, तो इनसे भी कुछ मिलेगा। പത്രോസും യോഹന്നാനും ആ രീതിയിലല്ല നോക്കിയത്. लेकिन पतरस और यूहन्ना उसको देखा, उसको कुछ देखा, उस प्रकार नहीं देखा। പക്ഷെ അവനെ സൂക്ഷിച്ചു നോക്കിയായിട്ട് കാണുവാൻ സാധിക്കുന്നത്. लेकिन ये व्यक्ति पतरस और यूहन्ना को ध्यान से देखा। നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. हमारा जीवन में भी ऐसा होता है। ദൈവത്തിൽ നമ്മളെ ഉറ്റുനോക്കുവാണ്, സൂക്ഷിച്ചു നോക്കുവാണ്, നമുക്ക് വല്ലതും കിട്ടുമോ? हम परमेश्वर को इसलिए ध्यान से देखते हैं, जैसा भिखारी देखते हैं, कुछ मिलेगा 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 ऐसा सोच के हम उसको देखते हैं। നമുക്ക് എപ്പോഴും കിട്ടണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. हमारा हमेशा एक ही उद्देश्य होता है, कुछ मिलना है मिलना है मिलना है। നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. कभी भी हम कुछ देने के लिए नहीं चाहते हैं। എന്തുകൊണ്ടെന്നാൽ क्योंकि നമ്മുടെ പോക്കറ്റ് കാലിയാവും. हम सोचते हैं कि हम देगा तो मेरा पॉकेट खाली हो जाएगा। നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കണം. और हमारे जीवन में हम प्रभु का सेवा के लिए हम देना है। മറ്റേ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ കൊടുക്കണം. और जो लोग जरूरीमंद लोगों को हम मदद करना है, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. और उनके लिए हम प्रार्थना करना है। നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹം ചൊരിയും. प्यारो, हम दूसरों के लिए जब प्रार्थना करेगा तब प्रभु हमें आशीष देगा। നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. हम हमारे लिए प्रार्थना करने की जरूरत ही नहीं है। ഓൾറെഡി അവൻ നമുക്ക് തന്നിരിക്കുകയാണ്. क्योंकि उसने हमारे लिए ऑलरेडी दिया है। നമ്മൾ അനുഗ്രഹം പ്രാപ്തി ആകുന്നില്ല. हम उस आशीष को कई बार अनुभव नहीं कर रहे। എന്തുകൊണ്ടെന്നാൽ क्योंकि നമ്മൾ അതിലേക്ക് മാറുന്നില്ല. हम उसका अनुभव करने का उस अवस्था में हम बदलते नहीं। നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. हमारा जीवन में कोई बदलाव नहीं आ रहा है। അതിനാണ് അവങ്കിലേക്ക് നോക്കി പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. और परमेश्वर का वचन कहते हैं, जो कोई उसके और ताके हैं उसका और उसकी चेहरा बदल गया और उसका चेहरा चमकने लगा। ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. तो परमेश्वर ने आशीष दिया है। അവന്റെ ശിഷ്യന്മാരാക്കിയിട്ടുണ്ട്. उसका चेला बनाया है അവന്റെ മക്കളാക്കിയിട്ടുണ്ട്. और उसकी संतान बनाया है। അവന്റെ സന്നിധിയിൽ ഒന്നിനും കുറവില്ല. उसके पास किसी चीज का कमी नहीं है। എല്ലാം നമുക്ക് തരുന്നവനാണ്. और वो सब कुछ वो हमें देते हैं। നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. और हम दूसरों के लिए प्रार्थना करना। ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി കൊടുക്കുക. और जो लोग जरूरतमंद है उनको मदद करना। വരുന്ന നാളുകളിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. और आने वाले दिनों में प्रभु ने उसके द्वारा हमें आशीष दे। നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് പ്രാബല്യമായി തീരാം. और प्यारो, हम दूसरा लोगों के लिए प्रार्थना करते हुए प्रभु से आशीष को पाना है हमें। നമുക്ക് മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാം. और मत्ती का सुसमाचार 14वां अध्याय से कुछ पदों को हम पढ़ेंगे।
അവിടെ പറയുന്ന പത്രോസിനെ പറ്റിയാണ്. और वहाँ पतरस के बारे में पढ़ते हैं കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ और प्रभु यीशु मसीह का कुल्लम सेवकाई के बीच में അവിടെ വൈകുന്നേരമായപ്പോൾ വളരെ ഇരട്ടിയിട്ട് ശിഷ്യന്മാരോട് പടകിൽ കയറി മുന്നോട്ട് പോകാൻ പറഞ്ഞു. और उस समय में जब शाम हो गया तो प्रभु यीशु मसीह ने शिष्यों से कहा, अपना चेलों से कहा, बहुत भीड़ था इसलिए चेलों से कहा तुम लोग नाव में बैठकर उस पार चले जाओ. അപ്പോൾ യേശു മലയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. और यीशु मसीह अकेला एक पहाड़ी के ऊपर जाके प्रार्थना की. അവർ വളരെ ദൂരെ മുന്നോട്ട് പോയിരുന്നു. शिष्य लोग नाव में बैठकर बहुत तक झील की बहुत अंदर तक चला गया. പ്രകൃതി ക്ഷോഭം ഉണ്ടായി. और उस समय में एक आंधी आया പടകൾ ഇളകി മറിയാൻ തുടങ്ങി. और उनकी नाव तो डगमगाने लगा. അപ്പോൾ അതിനു മുന്നേ അവർ യേശുവിനോട് കൂടെയായിരുന്നു. और उसके पहले ये लोग यीशु मसीह के साथ थे. അവര് തരിച്ചിപ്പോൾ സമുദ്ര മധ്യത്തിലായിരിക്കുന്നു. लेकिन अब ये लोग अकेला समुद्र के बीच में है. അവർ വളരെ പേടിച്ച് വിറയ്ക്കുന്നതായിട്ട് ഒരു അവസ്ഥ വന്നു. और उस समय में वो लोग बहुत घबरा गया. അപ്പോഴാണ് യേശു കടലിൽ നടന്നു വരുന്നു. और जब वो लोग देखा यीशु मसीह पानी के ऊपर से चल के आ रहे. ഇവർ കണ്ടപ്പോൾ പറഞ്ഞു അത് ഭൂതമാകുന്നു എന്ന് പറഞ്ഞ് അവർ വിറയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. अभी भी ये लोग डरते हैं कि ये लोग सोचा ये तो पानी के ऊपर से चल के आ रहे. ഇവരുടെ വിശ്വാസം എവിടെ പോയി? और उनका विश्वास चला गया. അതിന് തൊട്ടു മുന്നേ വരെ യേശുവിന്റെ കൂടെയായിരുന്നു. थोड़ा देर पहले वो लोग यीशु के साथ में किनारे पे बैठा था. അപ്പോൾ യേശു പറയുകയാണ് ഭയപ്പെടേണ്ട ഞാനാകുന്നു. लेकिन अब ये लोग एकदम घबरा गया. तब यीशु ने कहा डरो मत ये मैं हूँ. അപ്പോൾ പത്രോസിന് പല ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു എടുത്തുചാട്ടക്കാരനാണ് പത്രോസ്. पतरस यहाँ पर भी पतरस ही बात करते हैं. पतरस को जब हम देखते हैं हर जगह पर वो जल्दीबाजी में बात करते हैं. അങ്ങനെ ഒരു വ്യക്തിത്വമായിരുന്നു പത്രോസിന്റെ. पतरस का स्वभाव ऐसा था कि वो जड़पड़ में बात करते हैं. പല ഭാഗങ്ങളും അതിനെപ്പറ്റി നമുക്ക് വിശദമായി കാണുവാൻ സാധിക്കും. कई भाग हम देख सकते അത് हैं. നമ്മുടെ കർത്താവിന്റെ മരണത്തെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും. यीशु मसीह का मृत्यु के समय में भी हम देखते हैं. ഇവിടെ അപ്പൊ പത്രോസ് പറയുകയാണ് यहाँ पतरस कहते हैं നീയാവുന്നെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നടക്കുവാൻ കൽപ്പിക്കണം എന്ന് പറയുകയാണ്. प्रभु अगर तू है तो मुझे भी पानी के ऊपर से चल के आपके पास. അപ്പോൾ കർത്താവ് പറഞ്ഞു നീ വരിക. तो पर प्रभु ने मना नहीं किया. प्रभु बोला तुम आ जाओ. അപ്പോൾ പടകിൽ നിന്നിറങ്ങി അവൻ വെള്ളത്തിൽ നടക്കാൻ തുടങ്ങി. और वो तुरंत नाव से उतरकर पानी के ऊपर से चलने लगा. അപ്പൊ അവന്റെ ഹൃദയത്തിൽ എന്തായിരുന്നു? उस समय में पतरस का हृदय में क्या था? അവനെ ക്രിസ്തുവിനെയാണ് നോക്കിയത്. तो उस समय में उसका मन में पूरा केवल यीशु मसीह था. അവന്റെ മുഖത്ത് ശോഭിതമായ മുഖത്തേക്കാണ് നോക്കിയത്. और यीशु मसीह का चेहरे पर उसका नजर लगा हुआ था. അത് കഴിഞ്ഞ ശേഷം और उसके बाद 2 പാദങ്ങൾ 3 പാദങ്ങൾ മുന്നോട്ട് പോയി. और दो तीन उसने पद आगे बढ़ गया. അപ്പോൾ കടൽ ശാന്തമായിട്ടില്ലായിരുന്നു. और उस समय में भी वो पानी डगमगा रहे थे. ഇളകി മറിയുമായിരുന്നു. और वहाँ आंधी और तूफान हो रहे थे और पानी भी डगमग रहा थे. അപ്പോൾ അവൻ അധികം ഭയന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. और उस समय में वो ज्यादा घबरा गया. അവന്റെ വിശ്വാസം ഉതിർന്നു പോയതായിട്ട് കാണുവാൻ സാധിക്കുന്നു. और उसका जो शुरू का विश्वास है वो कमजोर हो गई. അപ്പോൾ അവൻ വെള്ളത്തിലേക്ക് താഴുവാൻ തുടങ്ങി. जैसा उसका विश्वास कमजोर हो गया वो पानी में डूबना लगा. അവൻ നിലവിളിക്കാൻ തുടങ്ങി. और वो वापस रोने लग गया. അപ്പോൾ കർത്താവ് പറഞ്ഞു അവന്റെ കരം കൊടുത്തിട്ട് പിടിച്ചു ഉയർത്തിയായിട്ട് കാണുവാൻ സാധിക്കും. और उस समय में यीशु ने अपना हाथ उनकी और लंबा किया और उसको पकड़ के ऊपर उठाया. പടകിൽ കയറ്റി. और उसको नाव पे बिठाया. യേശുവും പടകിൽ കയറി. और यीशु मसीह भी नाव पर बैठ गया. അവർ പടകും കടലും ശാന്തമായി. और नाव और पानी दोनों शांत हो गई. നമ്മുടെ ജീവിതത്തിലും തിരമാലകൾ അടിക്കുമ്പോൾ और जब हमारे जीवन में इस प्रकार की लहरें आते हैं. എന്തുകൊണ്ടാണ് തിരമാല അടിക്കുന്നത്? क्यों लहरें आते हैं? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തളർന്നു പോകുമ്പോഴാണ്. हमारा विश्वास जीवन जब कमजोर होता है. യേശു നമ്മുടെ ഹൃദയത്തിലില്ലെങ്കിൽ यीशु मसीह हमारे हृदय में नहीं है तो നമുക്ക് തിരമാലകൾ അടിച്ച് ഉലയുന്ന അവസ്ഥയാവും. जब हम इस प्रकार लहर उठकर हम चंचल हो जाते हैं. ജീവിതം നമ്മൾ മാറി മറിയും. हमारा जिंदगी बदल जाएगा. ക്രിസ്ത്യ ജീവിതം മാറി മറിയും. हमारा मसीही जीवन में बदलाव आएगा. നമ്മുടെ സ്ഥിരതയുള്ള ഓട്ടം നിന്നുപോകും. और हमारी जो दौड़ है वो बंद हो जाएगा. നമ്മുടെ പടകിലെ യാത്ര ഉലയാൻ സാധിക്കും. और हमारी नाव का जो यात्रा है वो भी रुक जाएगी. എപ്പോഴും ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ ധരിക്കണം. और इसलिए प्यारो हम हर समय में मसीह को हम पहनना है. യേശു ക്രിസ്തു പടകിൽ കയറിയപ്പോൾ जब यीशु मसीह नाव के अंदर आया പടക് ശാന്തമായി, കടൽ ശാന്തമായി. और समुद्र भी शांत हो गई, नाव भी शांत हो गई. എത്ര അത്ഭുതകരമായ വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്. यारो कितना बड़ा चमत्कार हम देखते हैं. അവൻ വലിയവനാണ്. वो महान है. അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. और अद्भुत काम करने അവൻ वाला है. വിശ്വസ്തനാണ്. और वो विश्वास योग्य. അവനെ വഴി നടത്തുന്നവനാണ്. और वो हमें चलाने वाला है. ദിനംതോറും പരിപാലിക്കുന്നവനാണ്. और हर दिन हमें संभालने वाला നമ്മുടെ है. ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളും കരുതുന്നവനാണ്. और हमारे हर घड़ी में हमें हमारा ध्यान रखने वाला है. നമ്മളോട് ദയ കാണിക്കുന്നവനാണ്. और हमारे ऊपर दया करने वाला है. പക്ഷേ लेकिन
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യതിചലിച്ചു പോകുന്നു. हमारा जीवन में हम നമ്മുടെ വിശ്വാസത്തിന്റെ ഉലച്ചിൽ സംഭവിക്കുന്നു. हमारा विश्वास का जीवन में कमजोरी आ जाती है. എന്തുകൊണ്ട്? क्यों? നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് ഒന്ന് വരാം. हम पहले भाग में वापस आएंगे. നമ്മൾ വലിയ സമൂഹത്തിന്റെ മധ്യയാണ് ആയിരിക്കുന്നത്. हम बहुत बड़े एक बादल में घेरा हुआ है. നമ്മുടെ ശരീരം ഇപ്പോഴും ജഡിക ശരീരമാണ്. हमारा शरीर अभी भी दुनियादारी शरीर. നമ്മുടെ ആത്മാവാണ് ക്രിസ്തു ധരിച്ചിരിക്കുന്നത്. हमारी केवल आत्मा यीशु मसीह को श्रृंगार किया है. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. और इसलिए हम बहुत ध्यान रखना. നമ്മുടെ ഓട്ടത്തിൽ സ്ഥിരത വേണം. हमारा दौड़ में हम स्थिर रहना. നമ്മൾ അവന്റെ സ്ഥലത്തിൽ വിശ്വസ്തരായിരിക്കണം. हम उसकी उपस्थिति में विश्वासी होना है. ഞാൻ വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. और मैं सारे वचन निकालने नहीं चाहते. एक दो बात बोल के मैं समाप्त करूंगा. യോനയുടെ തിരിഞ്ഞുനോട്ടത്തെ പറ്റി നമുക്കറിയാം. हमें मालूम है योना नबी के बारे में. യോന ആദ്യം ദൈവം കൽപ്പിച്ചത്, ദൂതന്മാരെ കൽപ്പിച്ചത് അവന് നിനിവയിലേക്ക് പോകാനായിരുന്നു. और परमेश्वर ने उससे कहा कि तू निनवे में जाओ. അവൻ തർശീശിലേക്ക് പോയി. लेकिन उसने तर्शीश की ओर गया. അവന് തിരിഞ്ഞോട്ടം ആവശ്യമായിരുന്നു. और वो उसको मन फिराव बहुत जरूरी था. അവൻ ആ ചരിത്രം മൊത്തം നമുക്കറിയാവുന്നതാണ്. और उसका बारे में पूरा कहानी हम जानते हैं. സക്കായിയെ പറ്റി നമ്മൾ ചിന്തിച്ചു. സക്കായിയെ നോക്കിയ ദൈവം. और चकाई के बारे में हम देखते हैं. परमेश्वर प्रभु ने चकाई को देखा. സക്കായി വളരെ കുറിയവനായിരുന്നു. और चकाई के बारे में हमें मालूम है वो नाटा था. അവൻ യേശുവിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. उसका मन में इच्छा था कि मुझे यीशु को देखना. പക്ഷെ അവൻ ഭൂമിയിൽ നിന്നാല് ലോകത്തിൽ നിന്നാൽ ഒക്കത്തില്ലായിരുന്നു. और यदि वो मिट्टी पर खड़ा रहेगा तो उसको यीशु को देखने. അവൻ അത്തിയുടെ മുകളിൽ കയറി. और इसलिए वो अंजीर का पेड़ के ऊपर चढ़ गया. യേശു അത്തിയുടെ ചുവട്ടിൽ വന്നപ്പോൾ जब यीशु मसीह उस अंजीर का पेड़ के नीचे आया, സക്കായിയെ വളരെ വേഗം ഇറങ്ങി വാ. चकाई को देखा और कहा, हे चकाई जल्दी से नीचे उतर आ. ആ ചരിത്രമെല്ലാം നമുക്കറിയാം. और वो बात सब हम जानते हैं. ലോത്തിന്റെ ഭാര്യയുടെ തിരിഞ്ഞോട്ടം നമുക്ക് और മനസ്സിലാകും. इसी प्रकार लूत का पत्नी के बारे में हम जानते हैं. അവിടെ സൊദോം ഗൊമോറയിലെല്ലാം പാപികൾ പെരുകിക്കൊണ്ടിരുന്നു. सुदोम गोमोरा में बहुत सारे पापी वे लोग बढ़ गया था. ദൈവത്തിന്റെ ദാസനായ ലോത്തിനെ അവിടുന്ന് മാറ്റണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ടായി. और परमेश्वर चाहता था कि परमेश्वर का दास लूत और परिवार को वहां से बचाकर निकाले. അപ്പോൾ ലോത്തും ഭാര്യയും കുടുംബം അവിടുന്ന് ഓടുവാൻ പറഞ്ഞു. और परमेश्वर ने उनसे कहा कि तुम लोग इस नगर को छोड़कर भाग जाओ. അപ്പൊ അവരോട് ഒരു കൽപ്പന കൊടുത്തിരുന്നു, നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. लेकिन उनसे ये आज्ञा दिया था कि भागने का समय में वापस पीछे मुड़कर मत देखना. ലോത്തും ഭാര്യയും കുടുംബവും അവരെ ഓടുവാൻ തുടങ്ങി. और वो लोग दौड़ना चालू हो गए. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ और थोड़ा आगे गया. ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. लेकिन हमें मालूम है लूत का पत्नी थोड़ा आगे जाके पीछे मुड़कर. ഇന്നും അപ്പോൾ ഈ ആ സ്ഥാനത്ത് ആ ചാവുകടലിൽ തിരിഞ്ഞു നിൽക്കുവാൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. यारो वो लूत अभी लूत का पत्नी आज भी जो मृत्यु सागर के किनारे पे पीछे मुड़कर नमक का खंभा बन के खड़े. ഇതിന്റെ അർത്ഥം എന്താണ്? उसका मतलब क्या है? ഇന്ന് നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. यारो हमारे जीवन में भी यही होते हैं. സമ്പത്തിന്റെ പീछे പോകുന്നു. और हम विश्वास जीवन में आगे आधा जाके फिर धन का पीछे देखते हैं. ആദ്യം നമ്മൾ വിശ്വാസത്തിലായിരുന്നു, ഉറപ്പുള്ളവരായിരുന്നു. पहले हम विश्वास का रास्ता में स्थिर था. പക്ഷെ പിന്നീട് പോകുന്തോറും നമ്മള് സമ്പത്തിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. लेकिन जब हम हमारा विश्वास जीवन आगे जाते जाते हमारा ध्यान फिर से पैसा के पीछे, धन का पीछे, നമ്മുടെ നോട്ടം പുറകിലോട്ടായി. और हमारा ध्यान पीछे की ओर चला നമ്മുടെ जाता है. സ്ഥിരതയോടുകൂടി മുന്നോട്ടുള്ള നോട്ടം മാത്രമാണ് ലക്ഷ്യം. यारो हम पीछे मुड़ कर नहीं देखना है. हमारा ध्यान आगे की ओर होना है. സമ്പത്ത് ദൈവം നമുക്ക് തരും. धन प्रभु हमें देगा. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ്. हमारी हर जरूरत को प्रभु पूरा करेगा. അവന്റെ സന്നിധി ധനത്തിന് ഒന്നിനും കുറവില്ലെന്ന് നമ്മൾ വചനത്തിൽ വായിച്ചു. और उसके पास किसी भी चीज की कमी नहीं है. ये हमने पढ़ा है. അവങ്കിലേക്ക് നോക്കി പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടുണ്ട്. और जो कोई उसके और थका है वो प्रकाशवान हो गया. वो कभी लज्जित नहीं हुआ. ചെറിയൊരു കഥയുടെ അംശം പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ और ആഗ്രഹിക്കുന്നു. एक कहानी की थोड़ा बात बताकर मैं समाप्त करूंगा. പണ്ടൊരു വല്യപ്പച്ചനും കൊച്ചുമോനും കൂടെ ഒരു കപ്പൽ യാത്ര ചെയ്യുമായിരുന്നു. काफी साल पहले एक बुढ़ा और उसका एक पोता के साथ समुद्र में नाव पर सफर कर रहे थे. കപ്പൽ വളരെ നോട്ടിക്ക് മേൽ ദൂരെ യാത്ര തുടർന്നു. വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. और वो जो जहाज है वो समुद्र के बहुत गहरे अंदर का भाग में स्पीड में जा रहे थे. അപ്പോൾ ഒരു കരച്ചിൽ കേൾക്കുവാൻ സാധിച്ചു. तब उनको एक रोने की आवाज उनको सुनाई दी. അപ്പോഴാണ് അപ്പച്ചൻ പുറകിലോട്ട് തിരിഞ്ഞു നോക്കി തന്റെ കൊച്ചുമോനെ കാണാനില്ല. और उस समय में वो बुढ़ा आदमी ने पीछे मुड़कर देखा तो उसका पोता वो दिखाई नहीं दे रहा. ആ അപ്പച്ചൻ കപ്പലിന്റെ അടിത്തട്ടിലേക്ക് ഓടിപ്പോയി. और उसने उस जहाज का नीचे के स्तर पर भाग कर गया.
അത് കഴിഞ്ഞ് അവിടെ കാണുവാൻ സാധിച്ചില്ല, മുകളിലത്തെ ഭാഗത്തേക്ക് ഓടിപ്പോയി. और वहां पूरा ढूंढा तो बच्चा को नहीं मिला तो ऊपर आके ऊपर जाना चालू कर അപ്പോൾ കരച്ചിൽ വീണ്ടും ശക്തമായിട്ട് കേൾക്കുവാൻ സാധിച്ചു. और ऊंची आवाज से उसका रोने की आवाज आ रहे थे അവിടെ സൈഡുകളിലെല്ലാം നോക്കിയിട്ട് കാണുവാൻ സാധിച്ചില്ല. और जहाज की पूरा वो खोज कर रहे थे लेकिन दिखाई नहीं दे रहे थे। അപ്പോൾ മുകളിലേക്ക് നോക്കിയപ്പോൾ ആ കപ്പലിന്റെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അതിന്റെ പൊടിമരം അല്ലെങ്കിൽ അതിന്റെ പാമരം എന്ന് പറയുന്നത്. और उस जहाज के ऊपर की ओर देखा तो उसका जो झंडा फहराने वाली जो खंबा है उसके ऊपर सबसे ऊंचा स्थान है। ആ കുഞ്ഞ് അതിന്റെ മുകളിൽ കരയുകയാണ്. और वो बच्चा उसके ऊपर चढ़ के बैठ के रो रहे हैं। അത് കയറുന്ന നേരം നല്ല കോമളത്വം ഉണ്ടായിരുന്നു, और वो चढ़ने के समय में बहुत अच्छा लगा था उसको, ഭയങ്കര സന്തോഷവാനായിരുന്നു. बहुत खुशी से वो ऊपर चढ़ गया, വളരെ സന്തോഷത്തോടെ അവൻ കയറി. बहुत आनंद के साथ वो ऊपर चढ़ गया। പക്ഷേ लेकिन ആ മുകളിൽ ചെന്ന് താഴേക്ക് നോക്കിയപ്പോൾ जब वो ऊपर जाके नीचे की ओर देखा കടൽ ഇളകി മറിയുന്നതാണ് കാണുവാൻ സാധിച്ചത്. चारों तरफ समुद्र का पानी दिखाई दिया ഭയങ്കരമായിട്ട് തിരകൾ ആഞ്ഞടിക്കുന്നതാണ് അവൻ കാണുന്നത്. और जब लहर बहुत बढ़ रहे थे, വളരെ ഉയരത്തിലായിരുന്നു അവൻ. वो बहुत ऊंचे स्थान में बैठा है പക്ഷേ അവൻ താഴേക്ക് നോക്കുമ്പോൾ അവൻ കരയാനിടയായി. और जब नीचे की ओर देखा वो रोना चालू कर വളരെ ഭയം തോന്നി അവന്. दिया। उसको बहुत डर आने लगा। അതാണ് അവിടെ സംഭവിച്ചത്. वही वहां हुआ है। ആ പ്രിയ വല്യപ്പച്ചൻ തന്റെ കൊച്ചുമോൻ ഒരു ഉപദേശം കൊടുത്തു. वो जो बुजुर्ग आदमी ने उस बच्चा को एक उपदेश दिया। പ്രിയ പിതാവ് വിശ്വാസിയായിരുന്നു. वो एक विश्वासी बुजुर्ग था, बुढ़ा था। ആ പിതാവ് പ്രാർത്ഥിച്ചതിന് ശേഷം തന്റെ മകനോട് മുകളിലേക്ക് നോക്കി പറഞ്ഞു ഇങ്ങനെയാണ്, वो पिता ने प्रार्थना किया और ऊपर देख के बच्चा को ऐसा बोला, നീ മുകളിലേക്ക് നോക്കി വളരെ പതുക്കെ താഴേക്ക് ഇറങ്ങി വാ. तो नीचे की मत देखना, तुम ऊपर की ओर देखो और धीरे धीरे उतर कर आओ। ഇന്ന ദിവസം നമുക്കും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. प्यारो, हमारे जीवन में भी यही होना है। നമ്മൾ വളരെ ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടി നമ്മൾ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. प्यारो, हम दुनिया में बहुत ऊंचा स्थान पहुंचने के लिए हम दौड़ रहे हैं, പക്ഷേ लेकिन കുറച്ച് ഉയരങ്ങളിൽ എത്തുമ്പോൾ जब हम ऊंचे पद पे आते हैं അപ്പോഴാണ് നമ്മൾ താപ്പോട്ട് നോക്കുന്നത്. तब हम पीछे की ओर देखते हैं। അപ്പോൾ ഈ ഭൂമിയിൽ കടലിന് സമാനമായ ഒരു അവസ്ഥയാണ്. वहां पर बहुत सारे बातें, बहुत घबराने वाली बातें दिखाई देती ആ हैं। സമയത്ത് ലോകത്തിൽ ആരും നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല. उस समय में हमें कोई बचा नहीं सकता है। അത്രമാത്രം നമ്മുടെ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. उतना ये पूरा संसार बिगड़ा हुआ है, नाश हो रहे हैं। നമ്മുടെ കൂട്ടുകാരോ സുഹൃത്തുക്കളോ ആരും തന്നെ നമ്മളെ രക്ഷിക്കില്ല. हमारा कोई मित्र दोस्त हमें बचाने नहीं आएगा। നമുക്ക് കരയുവാനല്ലാതെ ഒന്നും തന്നെ സാധിക്കില്ല. केवल हम रो सकते हैं और कुछ भी नहीं। അതാണ് നമ്മൾ ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. और वही हम यहाँ पर इस वचन में देखते ആ हैं। വല്യപ്പച്ചൻ കൊച്ചുമോനോട് ഉപദേശത്തിന്റെ അർത്ഥം ഇതാകുന്നു, और वो पिता ने उस बच्चा को यही उपदेश दिया, മുകളിലേക്ക് നോക്കുക. ऊपर की ओर देखना। എന്താണ് മുകളിലേക്ക് നോക്കേണ്ടത്? क्यों ऊपर की ओर देखना? പിതാവിലേക്ക് നോക്കുക. वहाँ जो स्वर्गीय पिता की ओर देखना। ആ ക്രിസ്തുവാന്ന പാറയിലേക്ക് നോക്കുക. और उस मसीह की ओर देख ले। ആ ക്രിസ്തുവാന്ന പർവ്വതത്തിലേക്ക് നോക്കുക. मसीह जो हमारी चट्टान है उस पर देखना। നമ്മുടെ നോട്ട് എപ്പോഴും ക്രിസ്തുവിലേക്കായിരിക്കണം. और हमारा दृष्टि हमेशा उसी पर लगा। അത് തന്നെയാണ് എബ്രായ ലേഖനക്കാരനും അത് നമ്മളെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. इब्रानियों का पत्री में भी हम वही बात देखते हैं। നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ हमारा मसीही जीवन की यात्रा, നമ്മൾ ക്രിസ്തുവിലേക്ക് നോക്കി പുറപ്പെടുകയാണെങ്കിൽ हम मसीह की ओर देखकर यात्रा करते हैं, നമ്മുടെ യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും വരെയില്ല. यार हमारी यात्रा में कोई प्रॉब्लम नहीं होगा। എന്തുകൊണ്ടെന്നാൽ क्योंकि ദൈവം വചനത്തിൽ കൂടെ നമ്മളെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഇതാണ്. हमारा परमेश्वर अपने वचन के द्वारा हमें ये बताया है। ഇത്രമാത്രം വലിയവനായ ദൈവമാണ് നമുക്കുള്ളത്. इतना बड़ा एक परमेश्वर हमारे लिए है। ദൈവസന്നിധിയിൽ നമുക്ക് 121 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഞാൻ എന്റെ കണ്ണ് പർവ്വതയെ ഉയർത്തും. 121 वचन संहिता में पढ़ते हैं, वचनकार कहते हैं, मैं मेरे आंखें पर्वतों की ओर उठाऊंगा। എന്റെ സഹായം എവിടെ നിന്ന് വരും? मेरा सहायता कहाँ से आएगी? എന്റെ സഹായം സൃഷ്ടികർത്താവായ കർത്താവിൽ നിന്ന് വരുന്നു. मेरा सहायता आकाश और पृथ्वी को बनाया हुआ यहोवा की ओर से आते हैं। ഈ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. प्यारे, ये विश्वास हमें होना है। നമ്മൾ ചിന്തിച്ച ഭാഗങ്ങൾ ഒന്നുകൂടെ ഒരു മിനിറ്റ് കൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുന്നു. और जो बातें हम लोग अभी देख रहे थे उसको एक बार और देख के समाप्त करेंगे। ഒന്നാമത്തെ ഭാഗം, നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. पहली बात है हमारा दौड़ स्थिरता से दौड़ना है। നമ്മൾ മുറുകെ പറ്റുന്ന പാവങ്ങളെ വിട്ടോടണം. हमारे जो पाप हमें पकड़ते हैं उसको छोड़कर भागना। വിശ്വാസ നായകനെ നമ്മൾ ഉറ്റുനോക്കണം. विश्वास का कर्ता को हम ध्यान से देखना है। യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. और यीशु मसीह को और ध्यान से ताकते रहना। നമ്മുടെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തണം. और हमारी आंखें पर्वतों की ओर उठाए। എന്റെ ദൈവവും നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം നമുക്ക് തരുന്നവനാണ്. और हमारा परमेश्वर जो धनी है वो अपना धन के महिमा के अनुसार हमारी सारी जरूरतों को पूरा करेगा। ഭിക്ഷക്കാരൻ വല്ലത് കിട്ടുമോന്നനുസരിച്ച് അവൻ നോക്കും, സൂക്ഷിച്ചു നോക്കും. जैसे भिखारी कुछ मिलेगा ऐसा सोच के जो उसके और देखा।
പത്രോസിന്റെ എടുത്തിയാടത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു. और पतरस के बारे में हमने देखा യോനയുടെ തിരിഞ്ഞു കൊടുത്തെ പറ്റി ചിന്തിച്ചു. और योना जो पीछे मुड़कर देखा उसके बारे में हमने देखा സക്കായിയെ നോക്കുന്ന ദൈവത്തെ പറ്റി ചിന്തിച്ചു. और चकाई को देखने वाला प्रभु के बारे में हमने देखा ലോത്തിന്റെ ഭാര്യയുടെ തിരിഞ്ഞോടുന്നു പറഞ്ഞു. और लूत का पत्नी जो पीछे मुड़कर देखा उसके बारे में भी देखा ഈ വല്യപ്പച്ചന്റെയും കൊച്ചുമോന്റെ ആ ചെറിയ കഥയെ നമ്മൾ ശ്രദ്ധിച്ചു. और वो बूढ़ा बुजुर्ग आदमी और उसका पोता के बारे में हमने अभी देखा ഇതിൽ നമുക്ക് കിട്ടുന്ന ഉപദേശം എന്താണ്? क्या इसमें से हम क्या देखते हैं ദൈവം തരുന്ന ആ ശിഷ്ടാവസരങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള മക്കളായി ജീവിക്കാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. जो अवसर प्रभु हमें देते हैं उस अवसर हम इस्तेमाल करना है और प्रभु की ओर देखना है प्रभु पर पूरी भरोसा करके अपना जीवन को बिताना है प्रभु हमें सहायता അവങ്കിലേക്ക് നോക്കി പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. जो कोई उसकी ओर ताके है उसको वो ज्योतिर्मय हो गया है और वो कभी लज्जित नहीं हुआ വലിയവനായ ദൈവം ഈ വചനം മുഖാന്തരം നമ്മളേവരെയും സഹായിക്കും. और परमेश्वर इस वचन के द्वारा हम सबको आशीष दे.